+1 ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ലാസുകളിൽ പോയി തുടങ്ങുന്ന വിദ്യാർത്ഥികൾ, ചില വിദ്യാർത്ഥികളെങ്കിലും അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ കോഴ്സിൽ സാറ്റിസ്ഫൈ അല്ലാത്തവരുണ്ട്. അവർ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ കുറെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ലഭിക്കാതെ വെളിയിലുണ്ട്. അവർ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റ്, സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ കുറിച്ച് പറയാം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഡേറ്റ് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. മിക്കവാറും ഈ മാസം, അതായത് ജൂൺ 27-നോ 28-നോ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ഒഫീഷ്യൽ അറിയിപ്പല്ല. ഇനി ആർക്കൊക്കെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ നൽകാനാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒന്ന്, സിംഗിൾ വിൻഡോ അപേക്ഷ നൽകിയിട്ടും ഇതുവരെയും അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ പുതുക്കി നൽകാനാവുക. രണ്ടാമത്തത്, എന്തെങ്കിലും കാരണവശാൽ സിംഗിൾ വിൻഡോ അപേക്ഷ നൽകാൻ ആ സമയത്ത് നൽകാനാവാത്ത വിദ്യാർത്ഥികൾക്ക് പുതിയതായിട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് അപേക്ഷ നൽകാനാവും. മൂന്നാമത്, സിംഗിൾ വിൻഡോ അപേക്ഷ നൽകി അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അപേക്ഷയിലെ പിഴവ് മൂലം അഡ്മിഷൻ എടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് അപേക്ഷ നൽകാനാവും. ഈ 3 ടൈപ്പ് വിദ്യാർത്ഥികൾക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് അപേക്ഷ നൽകാനാവുക. ഇനി വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നേരത്തെ സിംഗിൾ വിൻഡോ അപേക്ഷ നൽകിയപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളും കോഴ്സുകളും നിരത്തി നിങ്ങൾ അലോട്ട്മെന്റ് അപേക്ഷയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളും കോഴ്സുകളും നിരത്തി അങ്ങ് അപേക്ഷയിൽ ഉൾപ്പെടുത്താനാവില്ല. പകരം HSCAPന്റെ സൈറ്റിൽ നിലവിൽ സ്കൂളുകളിലും നിലവിൽ കോഴ്സുകളിലുമുള്ള വാക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അത് വായിച്ച് മനസ്സിലാക്കി ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സിൽ എത്ര വാക്കൻസീസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എഴുതി തയ്യാറാക്കി ഇതിന് ശേഷം മാത്രം നിങ്ങൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് നിങ്ങളുടെ സിംഗിൾ വിൻഡോ അപേക്ഷ പുതുക്കി നൽകുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കാം, പരിശോധിക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ ഡേറ്റും ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടില്ല. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അപേക്ഷ നൽകി അത് പ്രകാരം അഡ്മിഷൻ എടുത്തതിന് ശേഷമായിരിക്കും മിക്കവാറും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആരംഭിക്കുക. ഇത് മിക്കവാറും ജൂലൈ 2-നായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജൂലൈ 2-നോ ജൂലൈ 3-നോ ഒക്കെ ആയിട്ടായിരിക്കും ആരംഭിക്കുക. ഈ സമയത്ത് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് ആർക്കൊക്കെ അപേക്ഷ നൽകാനാവും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സിംഗിൾ വിൻഡോ അപേക്ഷ പ്രകാരം പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അവർ നിലവിൽ പോകുന്ന സ്കൂളിലോ നിലവിൽ അവർക്ക് അഡ്മിഷൻ ലഭിച്ച കോഴ്സിലോ സാറ്റിസ്ഫൈ അല്ലാത്ത വിദ്യാർത്ഥികൾക്കാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ അപേക്ഷ നൽകാനാവുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സിംഗിൾ വിൻഡോ അപേക്ഷയിലെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ പ്രയോറിറ്റി നൽകിയ ആദ്യ സ്കൂളിലും കോഴ്സിലും തന്നെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാനാവില്ല. മറ്റു വിദ്യാർത്ഥികൾക്കൊക്കെയും പെർമനന്റ് അഡ്മിഷൻ എടുത്ത ബാക്കിയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാനാവും. ഇത് ഒന്നിൽ കൂടുതൽ സ്കൂളുകൾക്കും ഒന്നിൽ കൂടുതൽ കോഴ്സുകളിലേക്കും ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാനാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഡേറ്റും നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചിട്ടില്ല. ഏകദേശം ഒരു ജൂലൈ 2-ഓ 3-നോ ഒക്കെ ആരംഭിക്കുമെന്ന് നമുക്കൊരു അനുമാനത്തിലെത്താം. കാരണം മുൻകാല വർഷങ്ങളിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ഡേറ്റുകൾ നിങ്ങളോട് പറയുന്നത്. ഏതായാലും സപ്ലിമെന്ററി അലോട്ട്മെന്റുമായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായിട്ടോ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, കമന്റുകളായി ചോദിക്കാവുന്നതാണ്. ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. മറ്റൊരു കാര്യം കൂടെ, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒരൊറ്റ അവസരമല്ല. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് നൽകി അഡ്മിഷൻ എടുത്തതിനു ശേഷം വീണ്ടും വാക്കൻസീസ് വരികയാണെങ്കിൽ വീണ്ടും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അവസരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, മുൻ വർഷങ്ങളിലൊക്കെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷ 4 തവണ വരെ, 4ഉം 5ഉം 6ഉം തവണ വരെയൊക്കെ വന്ന വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരൊറ്റ അലോട്ട്മെന്റ് അപേക്ഷയൊന്നും ആയിരിക്കില്ല സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് ഉണ്ടായിരിക്കുക, കൂടുതലുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഏതായാലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായി ചോദിക്കാം. ഏറ്റവും പെട്ടെന്ന് തന്നെ മറുപടി തരാൻ ശ്രദ്ധിക്കുന്നതാണ്. താങ്ക് യു.